നമസ്കാരം നാട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ന് എൻ്റെ വിസ റിന്യൂവലാണ്. അപ്പോൾ ജർമ്മനിയിൽ വന്നവർക്ക് അറിയാം, വിസ റിന്യൂവൽ എന്ന് പറയുന്നത് എല്ലാവരും ടെൻഷൻ അടിച്ച് ഭ്രാന്തായി നിൽക്കണ ഒരു ദിവസമായിരിക്കും. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എനിക്കൊരു ധാരണയുണ്ട് 3 years നമുക്ക് കിട്ടുമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാനിവിടെ ഒഫൻബാഹിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒഫൻബാഹിലുള്ള എല്ലാ പിള്ളേർക്കും വിസ അടിച്ചു കൊടുക്കുന്നേക്കുന്നത് 1 year ആണ്. പക്ഷെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിസേന്റെ സമയം എത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫ്രാങ്ക്ഫർട്ടിലോട്ട് മാറി. അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഫ്രാങ്ക്ഫർട്ടിൽ 3 years അടിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടാണ് ഞങ്ങൾ മാറിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ നമുക്കിന്ന് 3 years കിട്ടും. എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ഷുവറായിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ടില്ല, ഇതിലോട് തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ. അപ്പോൾ നാട്ടുകാരെ, നമുക്ക് കിട്ടിയിട്ടുണ്ട് 3 വർഷം വിസ അടിച്ച് കിട്ടി ഇന്നലെ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇത് ഷൂട്ട് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷെ നല്ല ഹറിബറി ആയതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായ ദിവസമായിരുന്നു ഇന്നലെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, പ്ലസ് എനിക്ക് വിസയും കൂടി അടിച്ച് കിട്ടി 3 വർഷം. അപ്പോൾ ഇതിലേക്കുള്ള ഹാപ്പിനെസ് എന്ത് വേണം. പിന്നെയെന്ന് പറയുന്നത് എന്നോട് ചോദിച്ചത്, അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചത് പാസ്പോർട്ട്, അതുപോലെ തന്നെ ഒരു 106 euros ആണ് നമ്മൾ പേ ചെയ്യുന്നത്. 100 euros വിസയുടെ ഫീസും, അതുപോലെ തന്നെ 6 euros അവിടെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിലും എനിക്ക് തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് വരാം, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മാക്സിമം നല്ലത് അവിടെ പോയിട്ട് എടുക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിസയ്ക്ക് വരാൻ നിൽക്കുന്നവരും, അതായത് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നവർ വെറുതെ ഫോട്ടോ എടുത്ത് സമയം കളയണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അവിടെ ചെന്നിട്ട് തന്നെ നമുക്ക് എടുക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് തൊട്ടടുത്ത ആളുകളുണ്ട്, നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ ഇപ്പോൾ ഇത്രയും നാളായിട്ട് ഇങ്ങനെയാണ് അടിച്ചു കൊടുക്കുന്നത്, കുറച്ച് നാളായിട്ട്. അപ്പോൾ ഹനോവിലും അതുപോലെ തന്നെ ഒഫൻബാഹിൽ, ഫ്രാങ്ക്ഫർട്ടിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്ന ഒരു സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിന്യൂവൽ ആയിട്ടുണ്ടെങ്കിൽ നേരെ പെട്ടി പിടിച്ച് ഫ്രാങ്ക്ഫർട്ടിലോട്ട് വന്ന് ഒരു സിറ്റി രജിസ്ട്രേഷൻ എടുത്തോ. 3 വർഷം കൺഫേം ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ബൈ ദ ബൈ, ചൂസ് ടാറ്റ. ഇവിടെ വാങ്ങിയാണേ.